നമസ്കാരം. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് ഈ പ്രാവശ്യം തൈപ്പൂയം വരുന്നത്. തൈ മാസത്തിൽ പൂയം നക്ഷത്രവും പൗർണമി തിഥിയും ഒന്നിച്ചു വരുമ്പോൾ ആണ് തൈപ്പൂയമായി ആചരിക്കുന്നത്. എന്താണ് തൈപ്പൂയത്തിൻ്റെ ഐതിഹ്യം? ഈ ദിവസം വ്രതം എങ്ങനെ എടുക്കണം? എന്തൊക്കെ വഴിപാടുകളാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്? തൈപ്പൂയത്തെക്കുറിച്ചും അതിൻ്റെ വ്രതം എങ്ങനെ എടുക്കണം എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. തൈ മാസത്തിലെ പൂയം നക്ഷത്രത്തിൽ നടക്കുന്ന ആഘോഷമാണിത്. സുബ്രഹ്മണ്യ സ്വാമി ശൂരപത്മനെ നിഗ്രഹിക്കാനായി പുറപ്പെട്ട ദിവസമായും തൻ്റെ പക്കലുള്ള അറിവുകൾ ലോകത്തിന് പകർന്നു നൽകിയ ദിവസമായും ഇത് കണക്കാക്കപ്പെടുന്നു. ഐതിഹ്യം: തൈപ്പൂയത്തിന് പിന്നിൽ പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. വേൽ സമർപ്പണം. ശൂരപത്മൻ എന്ന അസുരനെ വധിക്കാനായി പാർവതീദേവി മുരുകന് ശക്തിവേൽ നൽകിയത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയത്തിൻ്റെ പ്രതീകമാണിത്. ശിവതാണ്ഡവം. ശിവഭഗവാൻ ചിദംബരത്ത് ആനന്ദതാണ്ഡവമാടിയ ദിനമായും തൈപ്പൂയം അറിയപ്പെടുന്നു. തൈപ്പൂയ വ്രതം ആചരിക്കേണ്ട രീതി: വൃശ്ചിക മാസത്തിലെ ഷഷ്ഠി വ്രതം പോലെ തന്നെ കഠിനമായ ഭക്തിയോടെയാണ് തൈപ്പൂയ വ്രതവും എടുക്കുന്നത്. വ്രതം ആരംഭിക്കേണ്ടത് പൂയം നക്ഷത്രത്തിൻ്റെ 7 ദിവസം മുൻപോ അല്ലെങ്കിൽ തലേ ദിവസമോ വ്രതം ആരംഭിക്കാവുന്നതാണ്. വ്രതമെടുക്കുന്ന അന്ന് ഒരിക്കൽ ഊണോ അല്ലെങ്കിൽ അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കിയോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വ്രതം എടുക്കുമ്പോൾ മാംസ്യാഹാരം, മദ്യം, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ശുദ്ധി: പുലർച്ചെ കുളിച്ച് മുരുകനെ ധ്യാനിക്കുക. എന്നിട്ട് വ്രതമെടുത്തതിനു ശേഷം വീടിനടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ഇന്നേ ദിവസം പഴനിയിൽ പോകുന്നതും ദർശനം നടത്തുന്നതും അത്യുത്തമമാണ്. തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ: ശത്രുദോഷം അകലുന്നു, രോഗശാന്തിയും മനഃശാന്തിയും ലഭിക്കുന്നു, വിദ്യാതടസ്സം നീങ്ങുന്നു, ദാമ്പത്യ കലഹങ്ങൾ മാറി കുടുംബത്തിൽ ഐശ്വര്യം വരുന്നു. ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ: ഓം ശരവണഭവ, ഓം വള്ളീദേവസേന സമേത സുബ്രഹ്മണ്യായ നമഃ, സുബ്രഹ്മണ്യ അഷ്ടകം, സ്കന്ദഷഷ്ഠി കവചം എന്നിവ പാരായണം ചെയ്യുന്നതും അത്യുത്തമം. തൈപ്പൂയ ദിവസം ഭഗവാന് സമർപ്പിക്കേണ്ട പ്രധാന വഴിപാടുകൾ: കാവടി. തൈപ്പൂയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് കാവടി എടുക്കൽ. ഇത് ഭക്തൻ്റെ സമർപ്പണമായി സൂചിപ്പിക്കുന്നു. പാലഭിഷേകം, പഞ്ചാമൃതം, നാരങ്ങവിളക്ക്, നെയ്വിളക്ക്, ഭാഗ്യസൂക്തം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതാണ്. ശത്രുദോഷം അകലാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയാനും മുരുകൻ്റെ അനുഗ്രഹം തേടി നമുക്ക് ഈ തൈപ്പൂയ ദിനം ഭക്തി നിർഭരമായി ആഘോഷിക്കാം. ഓം ശരവണഭവ എന്ന മന്ത്രം നിരന്തരം ജപിച്ച് മനഃശാന്തിയോടെ വ്രതമെടുക്കുന്ന ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.